എയർഇന്ത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും സൈമ നൽകും. സൈമ, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുതുതായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എത്രത്തോളം വ്യാപ്തിയാണ് ഈ ദുരന്തത്തിനുള്ളത്? എത്ര പേർ മരിച്ചു എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമെല്ലാം ലഭിച്ചിട്ടുണ്ടോ? ജമീഷ്, ഇതുവരെയും ഔദ്യോഗികമായി മരണസംഖ്യയെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരങ്ങളോ സ്ഥിരീകരണമോ ഒന്നും ലഭ്യമായിട്ടില്ല. എന്നാൽ കൃത്യമായ ഇടപെടലുകൾ ആദ്യ സമയത്ത് തന്നെ, ദുരന്തമുണ്ടായ ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എല്ലാ വകുപ്പ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി ആശുപത്രിയിൽ സന്ദർശിച്ചു. പരിക്കേറ്റവരെ നേരിട്ട് കണ്ടു. അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉടൻ തന്നെ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി അടക്കം ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നവർക്ക്, അപകടത്തിൽപ്പെട്ട ഇരകളായിട്ടുള്ളവർക്ക്, അവരുടെ ബന്ധുക്കൾക്കും അവരുമായി ഏറ്റവും അടുത്തവർക്കും അപകട സ്ഥലത്തേക്ക് എത്താൻ, അഹമ്മദാബാദിലേക്ക് എത്താനുള്ള സൗകര്യം എയർ ഇന്ത്യ ഒരുക്കുമെന്നുള്ളതാണ്. ഇതിനായി തന്നെ യാത്രക്കാരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നുമാണ് അഹമ്മദാബാദിലേക്ക് പ്രത്യേക വിമാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നാളെയും മറ്റന്നാളുമായിട്ട് ഈ വിമാനങ്ങൾ സർവീസ് നടത്തും. അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളവർക്കായിട്ട് 1 കോടി രൂപയോളം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി മുന്നോട്ടുള്ള വിവരങ്ങൾ, അതായത് എന്താണ് അപകടത്തിന്റെ കാരണം എന്നുള്ളതും അതുപോലെ തന്നെ കൃത്യമായ നടപടികളുമെല്ലാം ഇനി ഉള്ള ദിവസങ്ങളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഏതായാലും രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് ഇന്നുണ്ടായത്. അഹമ്മദാബാദിൽ സംഭവിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾ ഇപ്പോഴും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ വിമാനം തകർന്നു വീണ പരിസര പ്രദേശങ്ങളിലുള്ള മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ വിദ്യാർത്ഥികളും ആണ് ഈ പ്രധാനമായും ആശുപത്രിയിൽ കഴിയുന്നത്. ഏതായാലും അപകടത്തിൽ നിന്ന് ഒരാൾ കൃത്യമായി വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളൊരു വിവരം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിവരങ്ങളൊന്നും ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും നാടിനെ നടുക്കിയ, രാജ്യത്തെ നടുക്കിയ വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും അപകടത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളവർക്ക് നൽകിയിട്ടുണ്ട്, ലഭ്യമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.